ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ വന്നിരിക്കുന്ന ഈ സ്ഥലം മനസ്സിലായോ? ഇത് നമ്മൾ കഴിഞ്ഞ വട്ടം ക്യാമ്പ് ചെയ്ത സ്ഥലമാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വട്ടം ക്യാമ്പ് ചെയ്തപ്പോൾ നമ്മൾ കല്ലുരുണ്ട് വന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അത് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ അത് നമ്മുടെ ആശാൻ വൃട്ടി വിട്ടതാണോ എന്നൊരു സംശയം പറഞ്ഞു കമൻറ്റിലൂടെ. അപ്പോൾ അത് സത്യത്തിൽ അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് റിസ്ക് എടുത്താലും കുറച്ച് ബുദ്ധിമുട്ടിയാലും വീണ്ടും ഞാൻ ഇങ്ങോട്ട് തന്നെ കയറിയത്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സത്യാവസ്ഥ അതല്ല, ഞാൻ കാണിച്ചു തരാം. അത് ഇതാണ് നമ്മൾ വീഡിയോ എടുത്ത സ്ഥലം കേട്ടോ. ഈ പാറയുടെ ഈ സൈഡിൽ കൂടിയാണ്. ഇവിടുത്തെ ഒരു കല്ലിൻ്റെ പ്രത്യേകത എന്താ അറിയോ? നമ്മൾ സാധാരണ മലകളിൽ പോകുമ്പോൾ അങ്ങനൊരു കല്ലല്ല ഇവിടെ കണ്ടത്. ഇത് ആ കല്ലിത് ഇന്നലെയും ഉരുണ്ട് വന്നു. ഇത് എന്നും ഉരുണ്ട് വരുന്നൊരു സംവിധാനമാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ. ഇത് കണ്ട, ഈ സൈഡിൽ കണ്ട, പിന്നെ അതുപോലെ ഈ സൈഡിൽ കണ്ട, ഇങ്ങനെ ഈ ഗ്യാപ്പ് കൂടെ. ഇതാണ് നമ്മൾ താമസിച്ച റൂം. ഇതാണ് നമ്മളുണ്ടാക്കിയ റൂം. ഇത് നമ്മുടെ വീട്. ഇതാണ് ഇത് നമ്മൾ അടുപ്പ് കത്തിച്ച സ്ഥലമൊക്കെ കണ്ട. ഇവിടെയാണ് നമ്മൾ താമസിച്ചത്. അന്ന് ശരിക്കും പറഞ്ഞാൽ ആശാൻ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ കയറ്റം കയറി വന്നിട്ടേ. അപ്പോൾ എന്താ അതിൻ്റെ സത്യാവസ്ഥ എന്താ വെച്ചാൽ, അന്ന് ആശാന് നമ്മളെ വീഡിയോയിലില്ല, പക്ഷെ ആശാന വീഡിയോയിൽ കണ്ടു. അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് കാണിക്കാനും ഒന്ന് പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നും കൂടെ ഈ മല കയറി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, അന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ വന്ന അന്ന് രാത്രി അല്ല, ശരിക്കും ആശാൻ അന്ന് വേറെ ജോലി എന്തോ പണി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവൻ പണിക്കൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് അവൻ്റെ ഇടയ്ക്ക് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ എവിടെയാണ്? അപ്പോൾ ഞാൻ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവൻ വരാമെന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ചിലപ്പോൾ ആശാൻ വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ, അവൻ പണിക്ക് പോയിട്ട് അവൻ ഒരു 7 മണിയായപ്പോൾ അവനും അവൻ്റെ 3 സുഹൃത്തുക്കളൂടെ വന്നു കഴിഞ്ഞിട്ട് അവന് വീഡിയോയിൽ വരാൻ പറഞ്ഞപ്പോൾ അവന് വീഡിയോയിൽ വരാനൊരു മടി. എന്താ കാരണം എന്ന് വെച്ചാൽ, അവന് കൂട്ടുകാരുണ്ടായതുകൊണ്ട് ഒരു മടി. അപ്പോൾ അവൻ വീഡിയോയിൽ വന്നില്ല കേട്ടോ. അപ്പോൾ അവർ എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് നമ്മളുണ്ടാക്കിയ കപ്പ ബിരിയാണി ഉണ്ടല്ലോ, അത് കഴിച്ച് പോവുകയും ചെയ്തു. പക്ഷേ ആശാൻ ആ വീഡിയോയിൽ കുറച്ച് കണ്ടു, ആ ഒരു ഭാഗം കണ്ടു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആശാനും കൂടി അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷേ ആശാന് കൂട്ടുകാരുണ്ടായതുകൊണ്ട് വരാനൊരു ബുദ്ധിമുട്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ മേളിലൊന്ന് കയറി കാണിക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ ഇത് ഈ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്ന് വേറെ ഒന്നും കൊണ്ടുവന്നില്ല. ഈ ചെറിയ ക്യാമറയുടെ ഈ ഒരു ബാഗ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെയുള്ള ഒറ്റയ്ക്കുള്ള വീഡിയോ എടുക്കുമ്പോൾ 3 ക്യാമറയല്ല 2 ക്യാമറയും ഒരു മൊബൈലും. 3 ക്യാമറയുണ്ട്. ചിലപ്പോൾ 2 ക്യാമറയും ഒരു മൊബൈലുമാണ് ഞാൻ ഉപയോഗിക്കുക. ഒരു ക്യാമറ ഞാൻ അവിടെ വെച്ചത്, ഇതിൻ്റെ മേളിൽ കേട്ടോ. ഒരു ക്യാമറ അവിടെ വെച്ചു, ഒരു ക്യാമറ ഇവിടെ വെച്ചു, ഒരു ക്യാമറ അതാ ഇവിടെയും വെച്ചു. അങ്ങനെ 3 ക്യാമറ വെച്ചിട്ടാണ് ഞാനിത് വീഡിയോ എടുക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സോളോ ക്യാമ്പിംഗ് അല്ലേ. അപ്പോൾ ഈ സോളോ ക്യാമ്പിങ്ങിന് ഞാനത് കയറിക്കൊണ്ട് കാണിക്കാം കേട്ടോ. സോളോ ക്യാമ്പിങ്ങിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്യാമറ ഞാൻ ആദ്യം ഇങ്ങനെ ഒരു മല കയറുന്ന ഒരു ഷോട്ട് എടുക്കുകയാണെങ്കിൽ, ഇതുപോലെ ഈ ഒരു മല കയറുന്ന ഷോട്ടാണെങ്കിൽ ഇവിടെ ഇരുന്ന് പറയാം അല്ലേ, ഇതുപോലെ മല കയറുന്ന ഷോട്ടാണെങ്കിൽ ആദ്യം ക്യാമറ കൊണ്ടുപോയി വെച്ചിട്ട് വേണം നമ്മൾ വീണ്ടും താഴോട്ടിറങ്ങി പോകാൻ. എന്നിട്ട് അത് ക്യാമറ മേളിൽ വെച്ചിട്ട് നമ്മൾ താഴോട്ടിറങ്ങി പോയിട്ട് ബാഗെല്ലാം എടുത്ത് നടന്ന് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെയും ക്യാമറ എടുത്തിട്ട് അടുത്ത സ്ഥലത്ത് കൊണ്ടുവെക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ബാഗൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ട് ക്യാമറ ആദ്യം കൊണ്ടുപോയി സെറ്റ് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ ബാഗ് എടുത്തിട്ട് മേളിലോട്ട് കയറുന്നത്. അപ്പോൾ അത്രയും നമ്മൾ റിസ്ക് എടുത്തിട്ടാണ് ഈ കയറ്റം കയറുമ്പോൾ കിതയ്ക്കുന്നത്. അത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ടല്ലോ, നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ, അത് അവരെ ഫോൾട്ടല്ല, അവരെ ഫൗളല്ല. അവർ പറയുന്നത് സത്യമാണ്. ആശാനില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ആശാൻ്റെ ഒരു ഫേസ് അവിടെ കണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശരിയാണ്, അതിപ്പോൾ അവരെ കുറ്റമല്ലല്ലോ. അപ്പോൾ ആശാനില്ലാത്ത വീഡിയോയിൽ പിന്നെ എങ്ങനെ ആശാൻ വന്നു എന്നുള്ള ചോദ്യം വരും. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ, അന്നെടുത്ത ആ വീഡിയോയുടെ സത്യാവസ്ഥ അതായിരുന്നു. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയാലും ഞാനിന്നിങ്ങനെ കയറി വന്നത്. എന്തായാലും ഞാനതൊന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ സ്ഥിരമായിട്ട് കല്ല് വരുന്ന സ്ഥലമാണ്. ഇതുണ്ട്, ഈ പാട് കണ്ടോ? ഇത് കണ്ടോ, മണ്ണ് പോലുള്ള പാടുകൾ. ഇത് സ്ഥിരമായിട്ട് മേളിൽ നിന്ന് കല്ല് ഉരുണ്ട് വരുന്ന സ്ഥലമാണ്. ഇതുണ്ടോ? ഇതിലിപ്പോൾ ഒരാളിങ്ങനെ ജസ്റ്റ് ഒരാളോ അല്ലെങ്കിൽ ഞാനൊന്ന് ആട് എന്നൊക്കെയാണ് പറഞ്ഞത്, ആടാണോ
കാട്ടാടാണോ പിന്നെ ഏതെങ്കിലും പിള്ളേരെ എറിഞ്ഞതാണോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. ഇതുണ്ടോ, ജസ്റ്റ് ഒന്ന് ഇളകിയാൽ മതി, ഇതേ ഇങ്ങനെ അങ്ങ് പോവും. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഈ കല്ലിൻ്റെ ഒരു അവസ്ഥ. അത് കണ്ടോ, അതുപോലെ പൊടിക്കല്ലാണ്. ഇതൊരു സൈസ് നമ്മൾ സാധാരണ പാറയല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ കല്ല് പൊടികളാണ്. ഇതുണ്ടോ, മേളിൽ നിന്നാണ് ഉരുണ്ട് വന്നത്, ഇവിടെ നിന്നല്ല കേട്ടോ. ഇതിൻ്റെ പാടുകൾ കണ്ടോ, ഇതൊക്കെ അങ്ങനെ ഡെയിലി ഉരുളുന്നതാണിത്. ഇത് കണ്ടോ, ജസ്റ്റ് ഒന്ന് ഇളകിയാൽ മതി, ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളകിയാൽ അങ്ങനെ അങ്ങ് പോയിക്കോളും. കണ്ടോ, അതാണ് ഇവിടുത്തെ ഈ പാറയുടെ ഒരു അവസ്ഥ. ഇതുണ്ടോ, ഇതിലൊക്കെ വന്നിട്ടുണ്ട് കല്ല്. ഇതുണ്ടോ, ഇവിടെയൊക്കെ എന്തെങ്കിലും ചവിട്ടിയാൽ ഇതൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോകണതല്ലേ. ഇതുണ്ട്, ഇവിടെയൊക്കെ ഇന്നലെ എന്തോ ചവിട്ടിയിട്ടുണ്ട്. കണ്ടോ, നോക്ക് പാട്. പന്നിയാണോ ആടാണോ എന്നറിയില്ല. അപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെയോ പാസിങ് ഉള്ളതാണ്. പാസിങ് എനിക്ക് തോന്നുന്നത് ആടുകളൊക്കെ ആയിരിക്കും. ഇതുണ്ട്, ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചവിട്ടിയാൽ മതി, അങ്ങോട്ട് താഴോട്ട് അങ്ങോട്ട് പോകും. അതാണ് ഈ പാറയുടെ അവസ്ഥ. ഇത് കണ്ടോ, അങ്ങനെ ഉരുണ്ട് പോവും. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. കണ്ടോ, അല്ലാണ്ട് ആശാന് ഉരുട്ടി വിട്ടതല്ല. ആശാൻ ശരിക്കും അന്ന് വന്നിരുന്നു, പക്ഷേ കണ്ടോ, ഇപ്പം ഞാനും താഴോട്ട് പോയനെ. ഇതുണ്ടോ, എൻ്റെ പൊന്നെ, ഇപ്പം ഞാനും താഴോട്ട് പോയനെ. എൻ്റെ പൂ പേടിച്ചു പോയി. കണ്ടാ, കയ്യിൻ്റെ തൊലി പോയി. കാല് മുറിഞ്ഞു. നോക്ക്, അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ശരിക്കും ജസ്റ്റ് ഒരു പട്ടിയോ പൂച്ചയോ നടന്നു കഴിഞ്ഞാൽ കല്ലുരുണ്ടങ്ങ് പോകും. അപ്പോൾ ആ വീഡിയോ കാണുന്നവർ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ, അത് എൻ്റെ ഫൗളാണ്, ആശാൻ അതിൽ കണ്ടതുകൊണ്ടാണ്. അപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത് പിന്നെ ആശാന് മേളിൽ കയറി രാത്രി മേളിൽ കയറി കല്ലുരുട്ടി വിട്ടതാണോ എന്ന് ഒരു സംശയം. എൻ്റെ ഒരു സത്യാവസ്ഥ പറയുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഓരോ വീഡിയോ എടുക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വലിയ ഒരു മലമറിക്കണ പണിയായിട്ടൊന്നുമല്ല. എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ക്യാമ്പിങ്ങിന് ഈ സാധനവും ബാഗും ഒക്കെ തൂക്കി പോകുമ്പോൾ ഒരു ക്യാമറ അവിടെ വെക്കും, ഒരു ക്യാമറ അവിടെ വെക്കും. ആദ്യം ബാഗെല്ലാം അവിടെ വെച്ചിട്ട് ഈ ക്യാമറ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഓടി അങ്ങോട്ട് പോകും. ഓടി അങ്ങോട്ട് പോയിട്ട് ബാഗെല്ലാം എടുത്തിട്ട് ഇങ്ങോട്ട് നടന്നു വരും. അങ്ങനെയൊക്കെയാണ് വീഡിയോ ചെയ്യണത്. അപ്പോൾ നമ്മളെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഫൗളും കൊണ്ട് അല്ലെങ്കിൽ ഒരു ഫോൾട്ടും കൊണ്ട് ഈ കാണുന്ന നമ്മളെ സുഹൃത്തുക്കൾ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിന്ന് കുറച്ച് കഷ്ടപ്പെട്ടാലും ഇവിടെ കയറി വന്ന് ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതൊക്കെയാണ് ആ സത്യാവസ്ഥ. അന്ന് കല്ല് വീണതിൻ്റെ സത്യാവസ്ഥ ഇതാണ്. ഇപ്പോൾ കണ്ടില്ലേ, കൈയും കാലും ഒക്കെ മുറിഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ കാര്യങ്ങൾ. അപ്പം നമ്മളെ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തത് പിന്നെ ഇങ്ങനെ കല്ലുരുണ്ട് വരുന്നതെന്നും അല്ലെങ്കിൽ ആശാനില്ലാന്നൊന്നും കള്ളം പറഞ്ഞ് പറ്റിച്ച് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ച് ഒരിക്കലും അല്ല കേട്ടോ. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്തതല്ല അത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാൻ വന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ആശാനും സുഹൃത്തുക്കളുമാണ് വന്നത്. അപ്പോൾ ആശാൻ ഉണ്ടെങ്കിൽ ആശാനും ഈ വീഡിയോയിൽ ചേർന്നേനെ. പക്ഷേ ആശാൻ്റെ സുഹൃത്തുക്കൾ കൂട്ടുകാരുണ്ടായതുകൊണ്ട് അവനൊരു മടി, അതുകൊണ്ട് അവൻ വന്നില്ല. അവൻ വീഡിയോയിൽ നിന്നില്ല, എന്നോട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് കഴിച്ചിട്ട് പൊക്കോ. അപ്പോൾ ഏതായാലും ഉണ്ടാക്കിയത് കുറേ ഉണ്ടല്ലോ. ഞാൻ ആ വീഡിയോയിൽ പറയുകയും ചെയ്തു, എൻ്റെ വയറ് നിറഞ്ഞു, ഇനി കുറച്ചുകൂടി അതിലുണ്ടെന്നും ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ബാക്കിയുള്ളത് ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. അവർ 3 പേരുണ്ടായതുകൊണ്ട് അവർക്ക് തന്നെ അത് വീതിച്ച് കൊടുത്ത് അവർ കഴിച്ച് ഹാപ്പി ആയിട്ട് തന്നെയാണ് പോയത്. പക്ഷേ ഇങ്ങനൊരു ഫൗള് അതിനകത്ത് വന്നു. ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുത്തൊരു കണ്ടൻറ്റാക്കി ഇടാൻ എന്ന ഉദ്ദേശത്തിൽ വന്നതല്ല കേട്ടോ, സത്യമായിട്ടും അല്ല. ഞാനിത് നിങ്ങളെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കയറി വന്നതാട്ടോ. എന്തായാലും നല്ല രസമായി. കാല് പോയി ഒരു ഒറ്റ ഇടിയിടൂ. ഇത് മൂക്കാത്ത പാറയത്. ഇതണ്ട, കാണുമ്പോൾ വലിയ സെറ്റപ്പിലുള്ള പാറയാണ്. പക്ഷെ ഇത് കണ്ടോ, ഇതാണ് ഈ പാറയുടെ അവസ്ഥ. മൂക്കാത്ത പാറ.
ഇതൊക്കെ എപ്പോഴാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴോട്ട് വരിക എന്നറിയില്ല. അതുണ്ടോ ഇത്രയും നല്ല പാറ കൈ കൊണ്ട് ചുമ്മാ പൊട്ടിച്ചപ്പോൾ പൊട്ടി വന്നു കേട്ടോ. ഇത്രയുള്ള ഈ പാറയുടെ കട്ടി. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥ. അപ്പം നമ്മുടെ സത്യാവസ്ഥ എല്ലാവർക്കും ബോധ്യമായി എന്ന് വിചാരിക്കുന്നു. കൈയും കാലമൊക്കെ മുറിഞ്ഞു. ഞാനും ഇറങ്ങി പോട്ടെ, താഴോട്ട് തന്നെ പോട്ടെ കേട്ടോ. നല്ല ഏരിയ കേട്ടോ, ഇവിടുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതായത് നമ്മൾ ആ തലയുടെ മുകളിൽ നിൽക്കുന്ന പാറ കണ്ട നല്ല രസമുണ്ട്. ഇതിൻ്റെ മുകളിലോട്ടും ഉണ്ട് കേട്ടോ കുറേ സ്ഥലങ്ങൾ. നമുക്ക് ആശാനെയും കൂടി കൂട്ടി, ആശാൻ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്. തിരക്കെന്ന് പറഞ്ഞാൽ വിറകിൻ്റെ ഒക്കെ പണിയാണ്. ഈ വിറക് ഇപ്പോൾ ഈ കട്ടൻസ് മുറിച്ച് അങ്ങനെ മരം മുറിക്കുക അങ്ങനെയുള്ള ഓരോ പണികളായതുകൊണ്ടാണ് അവനെ കിട്ടാഞ്ഞത്. പിന്നെ അപ്പോൾ എല്ലാവരും വിചാരിക്കും എനിക്ക് പണിയൊന്നും ഇല്ലേന്ന്. സത്യത്തിൽ ഇപ്പോൾ പണിയൊന്നുമില്ല, ഉള്ള പണി അങ്ങ് പോയി. ഞാനൊരു കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ഒരു എക്സ്പോർട്ടിങ് കമ്പനിയിൽ. പിന്നെ തൃശ്ശൂരായിരുന്നു കമ്പനി. പിന്നെ അവരുടെ കമ്പനി തന്നെ മസ്കറ്റിലുണ്ട്, അവിടെയൊക്കെ ഉണ്ടായിരുന്നു. മസ്കറ്റിലും ദുബായിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആയിരുന്നു ജോലി. പിന്നെ നമ്മുടെ ഈ വീഡിയോ പിടുത്തവും അതും ഇതും. പിന്നെ വീട്ടിലാരുമില്ല, വീട്ടിൽ വാപ്പയും ഉമ്മയൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കാരണം പിന്നെ ആ ജോലിക്ക് പോയില്ല. പിന്നെ എന്തെങ്കിലും ജോലി കാണണം. അപ്പോൾ വിചാരിക്കും യൂട്യൂബിൽ നല്ല വരുമാനം ഉണ്ടോയെന്ന്. വരുമാനമൊന്നും ആയിട്ടൊന്നുമില്ല. പിന്നെ ഇതൊക്കെ നമുക്കൊരു ഇഷ്ടം ഉള്ളൊരു മേഖലയാണ്. ഇങ്ങനെയൊക്കെ പോകാനും കയറാനും ചാടാനും ഒക്കെ നല്ല ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ വന്ന് എടുക്കുക എന്നുള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ എന്നാൽ ഞാൻ പോട്ടെ എന്നാ, ഇനിയിപ്പോൾ ഇറങ്ങി പോകണം. ഇത് കണ്ടോ ഇവിടുത്തെ കല്ല് കണ്ട. അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങി പോവാം കേട്ടോ. ഞാൻ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടിയാലും ഞാൻ കയറി വന്നത്. കാലൊക്കെ മുറിഞ്ഞു. ഇതുണ്ട്, ഇതൊക്കെ ഇറങ്ങി വന്ന പാടുകളാണ്. ഈ പാടുണ്ടോ, ഇവിടുന്ന് കല്ലിറങ്ങി താഴോട്ട് വന്ന പാടുകളാണ്. എന്ന് വെച്ചാൽ ആ കമൻറ്റുകൾ കണ്ടപ്പോഴേ ശരിക്കും എനിക്ക് നല്ല വിഷമമായി. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും റിസ്ക് എടുത്തിട്ടൊക്കെയാണ് ഇതിൻ്റെ മുകളിലൊക്കെ രാത്രി കയറി ക്യാമറ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് തന്നെയാണ്. ഞാൻ ഇതിലൊക്കെ ഇങ്ങനെ കയറി അങ്ങനെ വെച്ച് പിന്നെ ആ ഒരു ഷോട്ട് ചിലപ്പോൾ ഒരു 3, 4, 5 സെക്കൻഡേ ഉള്ളൂ. ആ ഒരു സെക്കൻഡിന് വേണ്ടിയിട്ടാണ് ഞാൻ മുകളിൽ കയറി ക്യാമറ വെച്ചിട്ട് ഇറങ്ങണത്. അപ്പോൾ അത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ കമൻറ്റുകൾ വരുമ്പോൾ, കമൻറ്റ് വരുന്നത് അവരെ കുറ്റമാണെന്നല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ ഫോൾട്ട് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ കമൻറ്റുകൾ വരുമ്പോൾ നമുക്കൊരു വിഷമം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നോർക്കുമ്പോൾ ഒരു വിഷമം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ആ വീഡിയോ വീണ്ടും അത് പ്രൈവറ്റ് ആക്കി ഇട്ടിട്ട് ഞാനത് എഡിറ്റിംഗ് ആപ്പിൽ പോയിട്ട് വീണ്ടും അത് മൊത്തത്തിൽ ടോട്ടലി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വീണ്ടും എഡിറ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്ക്. പിന്നെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. എന്താ കാര്യം എന്ന് വെച്ചാൽ ഒറ്റയ്ക്കല്ലേ വീഡിയോസ് എടുക്കുന്നത്, അപ്പോൾ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ഒരു ദിവസം ഇതേപോലെ ഞാൻ വേറെ ഏതൊരു കാട്ടിൽ ഇതേപോലെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, കാട്ടിലാണോ ആ തോടിൻ്റെ അവിടെ അങ്ങാണ്ട് ആ കാടിൻ്റെ അവിടെ അങ്ങാണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അതിൽ കൂടെ ഒരാൾ നടന്നു പോകുന്നുണ്ട്. പക്ഷെ ഞാനത് കാണുന്നില്ല കേട്ടോ. നമ്മൾ വീഡിയോ എടുത്തതിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ ഒരാൾ നടന്നു പോകണ്ടേ, പക്ഷെ ഞാനത് കാണുന്നുമില്ല. അപ്പോൾ പിന്നെ അത് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഓരോരുത്തരും ഓരോ കമൻറ്റുകൾ ചെയ്യണത്. സോളോ ക്യാമ്പിംഗ് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തോടെ ഒരാൾ നടന്നു പോയല്ലോ, സോളോ ക്യാമ്പിംഗ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരാൾ നിൽപ്പുണ്ടല്ലോ. സത്യത്തിൽ അത് എൻ്റെ കൂടെ വരുന്ന ആൾക്കാരല്ല. അതിൻ്റെ ഒരു സത്യാവസ്ഥ അങ്ങനെ, എൻ്റെ കൂടെ വരുന്നവരല്ലത്. അന്ന് അത് ചിലപ്പോൾ പുല്ലരിയാനോ വല്ല പശുവിനെ തീറ്റാനോ അങ്ങനെയൊക്കെ വരുന്ന ആളുകളായിരിക്കാനായിരിക്കും സാധ്യത. അല്ലാണ്ട് ഇപ്പോൾ കാട്ടിലും അവിടെയൊന്നും വന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നൊരു വീഡിയോ ഞാനും ആശാനും കൂടെ ഒരു കാട്ടിൽ ഇതേപോലെ സ്റ്റേ ചെയ്തപ്പോൾ, ക്യാമ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ രാത്രിയൊന്നും ആരും കണ്ടില്ല. രാവിലെ മോർണിംഗിന് ഞങ്ങളെ ടെൻറ്റിൻ്റെ മേൽഭാഗത്ത് ഒരാളിരുന്ന് ഇങ്ങനെ നോക്കുന്നു. അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുക. പക്ഷെ അത് വീഡിയോസ് അല്ലേ, അത് നമ്മുടെ ചാനലിൽ ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തു, ആരും കണ്ടൊന്നുമില്ല. പക്ഷെ നമ്മുടെ ആശാൻ പിന്നീട് എങ്ങാണ്ട് ആ വീഡിയോ കണ്ടപ്പോൾ ആശാൻ എന്നോട് പറഞ്ഞത് ആ മുകളിലൊരാളിരിപ്പുണ്ടല്ലോ, അത് നമ്മളാരും കണ്ടില്ലല്ലോ. പക്ഷേ അത് ശരിക്കും അറിയാത്തവർ അല്ലെങ്കിൽ അത് കാണുന്ന പ്രേക്ഷകർ വിചാരിക്കുക എന്താ വെച്ചാൽ നമ്മുടെ കൂടെ ആരുണ്ട്, അവർ അതായത് ഒരാൾ മേളിയിരിക്കുന്നതെന്ന്. അതങ്ങനല്ല അതിൻ്റെ സംഭവം. പിന്നെ അതുപോലെ ഞാൻ കഴിഞ്ഞ വട്ടം ഒരു ഗുഹയിൽ വീഡിയോ ചെയ്തില്ലേ, അന്ന് ഞാൻ പറയുകയും ചെയ്തു ഇവിടെ കള്ളു കുടിക്കാനൊക്കെ ഒരുപാട് പേര് വരും, അവരൊക്കെ വന്ന് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ടെന്ന്. ശരിക്കും അന്ന് അവർ കള്ളു കുടിക്കാൻ വന്നവർ ഞാൻ പറഞ്ഞല്ലോ ലൈറ്റ് കണ്ടുകൊണ്ട് ഞാൻ ആരും കയറി വരുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞില്ലേ. ശരിക്കും ലൈറ്റ് കണ്ടുകൊണ്ട് 3-4 ആൾക്കാർ കയറി വന്നു.
അത് കള്ളു കുടിച്ചിട്ടാണ് വന്നത്. നമ്മളപ്പോൾ അവരെ കാണിച്ചില്ല എന്നേ ഉള്ളൂ. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളിനി അവരെ കാണിച്ചിട്ട് ഇങ്ങനെ അതൊരു പിന്നെ നമുക്ക് ആ വഴിക്ക് പോകാൻ പറ്റില്ലല്ലോ, അവർ വീഡിയോ എടുക്കുക എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ അവരെ കാണിക്കാഞ്ഞത്. പക്ഷേ ഞാൻ എടുക്കുന്ന ക്യാമറയിൽ അഥവാ അവരെ ഒരു ഭാഗമോ അല്ലെങ്കിൽ ഒരു ഷർട്ടിൻ്റെ ഭാഗമോ കണ്ടു കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്മൾ തെറ്റിദ്ധരിക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ സോളോ ക്യാമ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൈ അവിടെ കണ്ടല്ലോ. പക്ഷെ സത്യത്തിൽ അത് അങ്ങനല്ല. അത് ഞാൻ സോളോ ക്യാമ്പിങ്ങിന് എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. ഞാനത് പറഞ്ഞതിന് എന്താ, ആശാനുള്ളപ്പോൾ ആശാനെ കൂട്ടും. എൻ്റെ കയ്യിന് പ്ലാസ്റ്റർ ഇട്ട സമയത്ത്, ഇപ്പോഴല്ല ആദ്യം കേട്ടോ, ആ സമയത്തൊക്കെ ആശാനും ഞാനും കൂടി ആയിരുന്നു പോയിരുന്നത്. വീഡിയോ എടുക്കാനൊന്നും ആശാൻ വരില്ലായിരുന്നു. പക്ഷെ ആശാൻ എന്നെ കൊണ്ടുവിടുമായിരുന്നു. ഓരോ സ്ഥലത്തും പോയിട്ട് കൊണ്ടുവിടും, അല്ലെങ്കിൽ ഓട്ടോ വിളിച്ച് ഞങ്ങൾ പോകും. അങ്ങനെ ആശാൻ ചിലപ്പോൾ തിരിച്ചു വരും, ഞാൻ പിറ്റേ ദിവസം രാവിലെ വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ശരിക്കും സോളോ ക്യാമ്പിങ്ങിന് ശരിക്കും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോണത്. പിന്നെ ആശാനുള്ളപ്പോൾ ആശാനെ കൂട്ടും. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ ആളുകൾ വരും. ഇപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഈ പാറയുടെ ചോട്ടിൽ തന്നെ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് ഇവിടെ വീഡിയോ ചെയ്ത സമയത്താണെങ്കിലും നമ്മുടെ ലൈറ്റും ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അതിലങ്ങനെ പാസ് ചെയ്യുന്ന ഏതെങ്കിലും പിള്ളേർ സെറ്റുകൾ ഉണ്ടാവും. അവർ വന്ന് നോക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ മാറി നിന്ന് നോക്കും. ചിലപ്പോൾ നമ്മളത് കാണില്ല, പക്ഷെ നമ്മുടെ ക്യാമറയിൽ അത് കുടുങ്ങിയിട്ടുണ്ടാവും. പക്ഷെ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ആരും ഇല്ലല്ലോ. അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ വളവളാന്ന് പറയുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു അവസ്ഥ. അയ്യോ, ഇതാ നമ്മുടെ സ്ഥലം. ഈ സ്ഥലം കണ്ടിട്ട് ആശാന് നല്ല ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു കേട്ടോ. അവനൊരു വിഷമം ഉണ്ടായിരുന്നു, അവനെ കൂട്ടിയില്ലല്ലോ. പക്ഷെ അവന് പണിയായതുകൊണ്ടാണ്. അവൻ്റെ പണി കളഞ്ഞിട്ട് നമ്മളെ കൂടെ കൂട്ടാൻ നമുക്കതിന് മാത്രം വരുമാനവും ആയിട്ടില്ലല്ലോ. വരുമാനം ആയിട്ടില്ല എന്നല്ല, വരുമാനമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു ഇഷ്ടപ്രകാരം ഒരു രസം അങ്ങനെ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നെ ആരും തെറ്റിദ്ധരിക്കണ്ട, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് പതുക്കെ വിടുക കേട്ടോ. കാല് നല്ലൊരു ഇടിയിടിച്ച് ഞാൻ വിചാരിച്ചത് താഴോട്ട് പോയിന്ന്. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഞാൻ പോട്ടെ. ഓക്കെ കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാനിപ്പോൾ ഇവിടെ താഴെ എത്തിയിട്ടോ, മേളിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വന്നു. പിന്നെ എന്തായാലും ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കൂടെ കമൻറ്റിൽ എങ്ങാനും പിൻ ചെയ്ത് വെക്കാം. ആ വീഡിയോ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. അതിനകത്തുള്ള ആ വീഡിയോ ഒന്ന് നോക്ക്, എന്നിട്ട് അഭിപ്രായം പറയും കേട്ടോ. ഞാൻ എന്തായാലും അത് വീണ്ടും എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതൊക്കെയാണ് നമ്മുടെ സോളോ ക്യാമ്പിങ്ങിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.